വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീഫ് റോസ്റ്റ് ആണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തത് 1 കിലോ, സവാള 3 എണ്ണം നീളത്തിൽ അരിഞ്ഞെടുത്തത്, പച്ചമുളക് 7 എണ്ണം നീളത്തിൽ അരിഞ്ഞെടുത്തത്, നല്ല എരിവുള്ള മുളകാണ്, വേപ്പില ആവശ്യത്തിന്, ചെറിയുള്ളി 1 കപ്പ് അരിഞ്ഞെടുത്തത്, വെളുത്തുള്ളി 3 ടേബിൾ സ്പൂൺ ചതച്ചെടുത്തത്, ഇഞ്ചി 3 ടേബിൾ സ്പൂൺ ചതച്ചെടുത്തത്, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1.5 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, നാളികേരക്കൊത്ത് 1/2 കപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്, 2 ടേബിൾ സ്പൂൺ വിനാഗിരി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഇനി ഒരു കുക്കറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ഇടാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, വിനാഗിരിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യണം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇടാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ നല്ലതാണ്. ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി അഥവാ പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കുകയും ചെയ്യാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. ഇനി ഇത് ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു വിസിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് സിമ്മിൽ വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഇതിൻ്റെ സ്റ്റീം എല്ലാം പോയി. ഇനി നമുക്ക് തുറക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലേക്ക് സവാള ഇടാം. സവാള ഒന്ന് ചെറുതായി വാടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് പച്ചമുളക് ഇടാം. കറിവേപ്പില ഇടാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതൊരുവിധം നന്നായി വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാളയും പച്ചമുളകൊക്കെ ഒരുവിധം വാടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേര കൊത്തിടാം.
ഇനി ഇത് ഒരുവിധം നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് മസാലകൾ ചേർക്കാം. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇപ്പോൾ സവാളയുടെ നിറം അല്പം മാറി വരുന്നുണ്ട്. അധികം ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. ആദ്യം മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി മൂത്ത് വരാൻ അല്പം സമയം എടുക്കും. അതുകൊണ്ടാണ് ആദ്യം മല്ലിപ്പൊടി ഇട്ടത്. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കി മസാലകൾ ഇടാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇടാം. ഗരം മസാല, അല്പം പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ഇടാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മസാലയുടെ പച്ചമണം എല്ലാം മാറി നല്ല മൂത്ത് വരണം. ഇപ്പോൾ മസാലയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ഇടാം. ഇനി ഇതിലേക്ക് ബീഫ് വേവിച്ചപ്പോൾ വന്ന വെള്ളമുണ്ട്, അത് അല്പം ഇതിലേക്ക് ഒഴിക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി ശരിക്കും നല്ല റോസ്റ്റായി വരുന്നത് വരെ ഒരു 5 മിനിറ്റ് നേരം നമുക്കിത് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. വെള്ളമെല്ലാം വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ വെക്കാം. 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചപ്പോൾ തന്നെ ഇതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടെ കഴിയുമ്പോഴേക്കും നമ്മളുടെ ബീഫ് റോസ്റ്റ് റെഡിയാവും. ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വെള്ളമെല്ലാം വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. മറ്റൊരു പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇടാം. ഇതിലേക്ക് അല്പം വേപ്പിലയും ഇടാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറിയുള്ളി കുറച്ച് മുരിഞ്ഞു വരുന്നുണ്ട്. അല്പം കൂടെ മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റിലേക്ക് ഇടാം. ഇപ്പോൾ ഉള്ളി നന്നായി മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ബീഫ് റോസ്റ്റിലേക്ക് ഇടാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.